ഞാനിവിടെ ചോദിക്കാൻ ഇന്നുള്ളത് അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ തൊടുമല വാർഡിലാണ്. ആദിവാസി ഊരുകളാൽ സമ്പന്നമായ ഈ വാർഡിലെ വാർഡ് വിഭജനം ഏറെ ആശങ്ക ഉണർത്തുകയാണ് ആദിവാസി ഊരിലെ ജനങ്ങൾക്ക്. നമുക്ക് ചർച്ച ചെയ്യാം ഈ വിഷയത്തെ. അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ചാക്കപ്പാറയിലാണ്. ആദിവാസി ഊരാണ്. വാർഡ് വിഭജനങ്ങൾ നടക്കുന്ന ഇവിടെ ആദിവാസി ജനങ്ങൾക്ക് പറയാനുണ്ട് അവരുടേതായ ചില ആവശ്യങ്ങൾ, അവകാശങ്ങൾ. നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഈ വിഷയം? ഇവിടെ വിഷയം വന്നിട്ട് നിലവിൽ തൊടുമല വാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാർഡ്, അത് 11 സെറ്റിൽമെൻറ്റും ബാക്കി ജനറലായിട്ടുള്ള കുറച്ച് ആൾക്കാരും കൂടെ ചേർത്തിട്ടുള്ള ഒരു വാർഡായിരുന്നു. അത് റിസർവറിന് കരയിലായിട്ട് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ആദിവാസി കുടുംബങ്ങളെ കുറച്ചും ചേർത്ത് ബാക്കി കൂട്ടപ്പ് വാർഡിൽ നിന്നും അമ്പൂരി വാർഡിൽ നിന്നും കുറച്ചുകൂടെ ചേർത്ത് ഞങ്ങളുടെയും കൂടെ ചേർത്ത് ഒരു വാർഡാക്കി ആനക്കുഴി എന്നുള്ള പുതിയൊരു വാർഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മുടെ ഊരുകൂട്ടങ്ങൾ ഇപ്പോൾ നിലവിൽ കൈപ്പമ്പ്ളാവള സെറ്റിൽമെൻറ്റ്, അയ്യവിളാകം സെറ്റിൽമെൻറ്റ്, ചാക്കപ്പാറ സെറ്റിൽമെൻറ്റ്, ഈ മൂന്നും കൂടെ ചേർന്ന് ഒരു ഊരുകൂട്ടം നടക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ നമ്മുടെ ഊരുകൂട്ടങ്ങൾ വിഘടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മുടെ കിട്ടാവുന്ന ഊരുകളിലേക്ക് വരുന്ന ആനുകൂല്യങ്ങളുടെ അളവും കുറയുകയും നമ്മളും ജനറൽ കാറ്റഗറിയിലേക്ക് അവരോടൊപ്പം വരുന്ന് അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിലവിൽ ഈ തൊടുമല വാർഡ് കഴിഞ്ഞാൽ പിന്നെ അമ്പൂരി പഞ്ചായത്തിൽ ഒറ്റ ഊരുകൂട്ടം നടക്കുന്നുള്ളൂ, ബാക്കിയുള്ള വാർഡുകളെല്ലാം കൂടെ ചേർത്ത്. അതിലും അവിടെ നമ്മളും പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥയിലായിട്ടാണ് ഇപ്പോൾ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഊരുകൂട്ടം നഷ്ടപ്പെടും, ആദിവാസി സമൂഹത്തിന് അവരുടെ അവകാശങ്ങൾ കിട്ടില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ നമുക്കിവിടെ FRC എന്ന് പറയുന്ന ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയും ഇപ്പോൾ നമ്മൾ ഈ 3 സെറ്റിൽമെൻറ്റും കൂടെ ചേർത്താണ് ഇപ്പോൾ ഒരു FRC കമ്മിറ്റിയായിട്ട് വരുന്നത്. ഞാൻ അതിൻ്റെ ചെയർമാനാണ്. ഇപ്പോൾ ഈ ഒരു വാർഡ് വിഭജനം വന്നു കഴിഞ്ഞാൽ ഈ FRCയും നമുക്കിവിടെ നിലവിലില്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്താലാണ് ഇതിനൊരു പരിഹാരം? ഇതിനെ പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഒന്നിൽ തൊടുമല വാർഡ് പഴയപടി നിലനിർത്തുക, അതല്ല എങ്കിൽ നമ്മുടെ തൊടുമല വാർഡിലുള്ള ST സെറ്റിൽമെൻറ്റ് 11 കൂടെ ചേർത്ത് ഒരു വാർഡാക്കി നമുക്ക് തരണമെന്നുള്ള അതാണ് നമ്മുടെ ആവശ്യം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും സംസാരിക്കുവാനും നമുക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാനും സാധിക്കുകയുള്ളൂ. ഇവിടെ വാർഡ് വിഭജിക്കാൻ പോകുന്നതൊക്കെ കേട്ടോ. അപ്പോൾ എന്താണ് പറയാനുള്ള വിഷയത്തിൽ? ഇവർ പറയുന്നതും വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഈ ആനക്കുഴി എന്നുള്ളത് ഇത് വേണ്ട, നമുക്ക് ചാക്കപ്പാറ എന്നുള്ളത് ഇത് മതി. ചാക്കപ്പാറ എന്നുള്ള പേരാണ് വേണ്ടിയത്. ആനക്കുഴി വേണ്ട. ആനക്കുഴി വേണ്ട. തൊടുമല വാർഡ് നമുക്ക് ആനക്കുഴിയും കുളക്കുഴിയൊന്നും വേണ്ട. നമുക്ക് നമ്മളെ വാർഡ് കുട്ടി തലമുറ നമ്മളെ വാർഡ് നമുക്ക് വേണം. ഏത് കാര്യത്തിനും. ഇപ്പം അതിനെ തൊഴിലുറപ്പ് കിടക്കണം. നമ്മൾ ഈ ഒരു ജോലി കൊണ്ടാണ് നമ്മൾ ഇന്നും ജീവിച്ചു പോണത്. നമ്മളെ പ്രായങ്ങൾ ചെന്നവരാണ്. നമുക്ക് വേറെ ആരും കൊണ്ട് തരാനൊന്നുമില്ല. മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ കുടുംബങ്ങളായി ജീവിക്കുന്നവരാണ്. അവരെ നമ്മൾ നോക്കി ഇരുന്നിട്ട് കഥയില്ല. അല്ല, ഈ വാർഡ് വിഭജിക്കുമ്പോൾ എന്ത് പേര് വേണമെന്നാണ് പറയുന്നത്? നമുക്ക് നമ്മളെ തൊടുമല വാർഡ് തന്നെ വേണം. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? ഇത് പണ്ടേ ഇതൊരു തൊടുമല വാർഡ് തന്നെ. ഇതുകൊണ്ട് ആ കാണുന്ന മലക്കെട്ടാണ് തൊടുമല വാർഡ്. പെരിമലയും തൊടുമല എന്നൊക്കെ തന്നെ ഞങ്ങൾ പറയുന്നത്. തെമ്മലയും പെരിമല, കാരിക്കുഴി, കള്ളുകാട് ഇങ്ങനെയൊക്കെയാണ് പണ്ടുള്ള ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. ഇപ്പം എല്ലാം ഈ ആനക്കുഴി എന്നൊക്കെ. ഞങ്ങൾക്ക് ആനക്കുഴിയൊന്നും വേണ്ട. അച്ഛൻ്റെയും അപ്പൂപ്പന്മാരെയും പോറ്റുമാരെയൊക്കെ അവരെ കാലം കൊണ്ട് ഞങ്ങളൊക്കെ ഉണ്ടായ സമയം കൊണ്ട് ഞങ്ങളെ തൊടുമല വാർഡ് ചാക്കപ്പാറ, അയ്യവലാകം, കാരിക്കുഴി, കപ്പമ്പളാമൂട്, കള്ളുകാട്, കുന്നത്തുമല, പൊരുമല, തെമ്മല, കൊമ്പ, കണ്ണാമൂട്, ഇതെല്ലാം ഒറ്റ വാർഡാണ് തൊടുമല വാർഡ്. അപ്പം നമുക്ക് തൊടുമല വാർഡ് മതി. നമ്മൾ ആദിവാസികൾ തൊടുമല വാർഡിൽ ഒറ്റ ഉള്ളവരാണ്. അത് നമുക്ക് ഒരിക്കലും ആനക്കുഴി വേണ്ട. നമ്മൾ ആദിവാസികൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ റൈബിൾ മുഖാട്ടം നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയാലേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഈ ആനക്കുഴി വാർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടൂല. ഞങ്ങൾക്ക് കുഞ്ഞുമക്കളും കൊച്ചുങ്ങളും അത് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആനുകൂല്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അതിലേക്കാവും. പിന്നെ ഞങ്ങൾക്കൂടെ പട്ടയമൊന്നും കിട്ടിയിട്ടില്ല. പട്ടയം കിട്ടുമെന്ന് പട്ടയവും കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഈ വനത്തിൽ ജീവിച്ചാലേ നമ്മളെ ജീവിതം മുന്നോട്ട് പോകും. അതുകൊണ്ട് നമുക്കിപ്പം തൊഴിലുറപ്പായിരുന്നാൽ 200 പണിയുണ്ട്. പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 100 പണിയേ ഉള്ളൂ. അപ്പം ഞങ്ങളെ പണി ഇതിൽ കുറയും. അപ്പം ഞങ്ങൾക്ക് ഒരു വർഷം കിട്ടുള്ള 200 പണിയിൽ 100 പണി അതിൽ കുറയും. നമുക്ക് ആദിവാസിയായിട്ടുള്ള നമ്മളെ തൊടുമല വാർഡ്, നമുക്ക് നമ്മളെ തൊടുമല വാർഡ് മതി. നമുക്ക് ആനക്കുഴി പോവണ്ട, നമുക്ക് ആനക്കുഴി വേണ്ട. നമുക്ക് ഈ ആനക്കുഴി വന്നത് ഇപ്പോഴാണ്. ഞങ്ങളാരും കേട്ടിട്ടില്ല ഇവിടെ ആനക്കുഴി ഉള്ളത്. ഇപ്പോഴാണ് ആനക്കുഴിയൊക്കെ ഉണ്ടാക്കിയത്. അല്ലാതെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ആനക്കുഴിയുള്ള കാര്യമൊന്നും.
ഇന്ന് വരെ ഈ ആനക്കുഴിന്ന് ആനക്കുഴി, ആനക്കുളം ഒന്നും ഇവിടെ അച്ഛന്മാരോ ഇല്ല. അപ്പൂപ്പന്മാരോ അമ്മച്ചുമാരോ അമ്മമാരോ ആരും പറഞ്ഞിട്ടില്ല ആനക്കുഴിന്ന് പറഞ്ഞിട്ടില്ല. ഒരു തൊടുമല വാർഡിലേക്ക് പേരുണ്ട്, ആനാർത്തി എന്നുള്ള പേരുണ്ട്, അല്ലാതെ ഈ ആനക്കുഴിന്ന് ഇപ്പം കൊണ്ടുവന്ന പേരാണ്. ഇത് ഞങ്ങൾക്ക് വേണ്ട ഇവിടെ. ഞങ്ങളെ തൊടുമല വാർഡ് മതി. നമ്മളെ സെറ്റിൽമെൻറ്റിനകത്ത് പേരുണ്ട്. അയ്യവലാകമെന്ന് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ആ പേരുകളുണ്ട്. ആ പേര് വെച്ചുള്ള നിലനിർത്തിയാൽ മതി നമ്മളെ തൊടുമല വാർഡിലേക്ക്. സെക്രട്ടറി പറയണത് ഇതെല്ലാം എൻ്റെ കൈവിട്ട് പോയി, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജില്ലാ കളക്ടറിന് പരാതി നേരിട്ട് കൊടുക്കാമെന്നാണ് സെക്രട്ടറി അറിയിച്ചത്. അപ്പോൾ ആ സാഹചര്യം നിലവിൽ വാർഡ് വിഭജനത്തിൻ്റെ കരട് വിജ്ഞാനം വന്നപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോഴാണ് ശരിക്കും ഈ വാർഡ് ഈ രീതിക്കാണ് വിഭജനം നടത്തിയിരിക്കുന്നത് മനസ്സിലായത്. അപ്പോൾ വാർഡ് വിഭജനം നടത്തുന്നതിന് മുമ്പ് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക ഒന്നും ചെയ്യാതെ ഈ വരുന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെ പലപ്പോഴും ഈ സ്ഥലപ്പേര് വരാറില്ല. ഇതിലിപ്പോഴും പലപ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് അതിർത്തി കൊടുത്തിരിക്കുന്നത് തമിഴ്നാട് ബോർഡറിലോട്ട്. അത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് 3 റോഡാണ് തിരിഞ്ഞ് പോകുന്നത് തമിഴ്നാട് ബോർഡറിലേക്കാണ്. അതിൽ ഏത് റോഡെന്ന് ഇവർ കാണിച്ചിട്ടില്ല. വെറുതെ അങ്ങ് പറയും തമിഴ്നാട് ബോർഡറിലോട്ട് പോയി അതിന് വലത് ഭാഗം. അപ്പോൾ ആ ചെയ്ത അതിർത്തി തിരിച്ചിൽ ഒരു വ്യക്തതയും വരാത്ത രീതിക്കോ അത് വായിക്കുമ്പോൾ ഇവിടെ വർഷങ്ങളുണ്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് പോലും ഒരു മനസ്സിലാവാത്ത രീതിക്കാണ് ഒരു വാർഡ് വിഭജനം നടത്തിയത്. അത് പുനഃപരിശോധിക്കേണ്ടതാണ്. അത് കാരണം അന്ന് ശരിക്കും സെക്രട്ടറി കരട് വിജ്ഞാനത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുമായിട്ടോ സംസാരിച്ച് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ആവശ്യം റോഡുകൾ തന്നെയാണ് ഇതിന് അതിർത്തിയായിട്ട് എടുത്താൽ മാത്രമേ ഇതിനൊരു പൂർണ്ണ തോതിലുള്ളൊരു വാർഡ് വിഭജനത്തിനെന്നുള്ള രീതിയിൽ വരുള്ളൂ. ഇതല്ലെങ്കിൽ ഒരു പലപ്പോഴും മുൻ വർഷങ്ങളിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് ഒരു മൂലയിൽ പോയിട്ട് ഒരു വീട് വേറൊരു വാർഡിൽ വരും. അപ്പം വീട്ടു നമ്പർ എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ 2 വാർഡുകാരും നമ്മൾ തുറക്കും. അത് എൻ്റെ വാർഡല്ല മറ്റേ ആളെ വാർഡാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ഇടപെടലുണ്ട്. തീർച്ചയായിട്ടും അതിർത്തികൾ വ്യക്തമാക്കിക്കൊണ്ട് റോഡുകൾ തന്നെ അതിർത്തിയാക്കി മാറ്റിക്കൊണ്ട് ഈ നാടിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ജനങ്ങളെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വാർഡ് വിഭജനം നടത്തിയാൽ മാത്രമേ അതൊരു സുതാര്യ രീതിയിലേക്ക് എത്തുകയുള്ളൂ. ഇത് ഏകപക്ഷീയമായ രീതിയിലേക്കൊരു തീരുമാനമാണ് ഈ വാർഡ് വിഭജനമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അതിനൊരു മാറ്റം വരണം. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു ഇടപെടലുണ്ടായി തീർച്ചയായിട്ടും ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ആൾക്കാരെ ആശങ്ക മാറ്റിക്കൊണ്ട് ഒരു വാർഡ് വിഭജനത്തിലോട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് ഈ പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് എനിക്ക് ഈ അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ ഈ ആനക്കുഴി പേര് തന്നെ ഒരു എന്തു പറയാൻ പറ്റും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആ പേര് തന്നെ മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും ചാക്കപ്പാറ എന്നൊരു പേര് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയാണ്. അതുതന്നെ ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരെയും അഭിപ്രായം. തൊടുമല എന്ന ആദിവാസി സെറ്റിൽമെൻറ്റും അനുബന്ധ പ്രദേശവും അപ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് ഈ ചാക്കപ്പാറ സെറ്റിൽമെൻറ്റും അയ്യവലാകം സെറ്റിൽമെൻറ്റും ഐപ്പംപ്ലാവള സെറ്റിൽമെൻറ്റിനെ അടത്ത് മാറ്റിക്കൊണ്ട് ആനക്കുഴി എന്ന പുതിയ വാർഡാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും നമ്മുടെ ആരാധനാലയം കൂടുതലും സ്ഥിതി ചെയ്യുന്നത് തൊടുമല വാർഡിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ തൊടുമല വാർഡിലായിരുന്നു. നമ്മളെ ആവശ്യമെന്ന് പറയുമ്പോൾ നമ്മുടെ ആചാരവും സംസ്കാരവും പൈതൃകവും നിലനിൽക്കുന്ന നമ്മുടെ മലനിരകളൊക്കെ പിന്നെ ഉള്ള നമ്മുടെ തൊടുമല വാർഡിൽ നമ്മുടെ ഈ 3 സെറ്റിൽമെൻറ്റ് ഒക്കെ ഉള്ള ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ ഒരു ട്രൈബൽ വാർഡായിട്ട് ഈ ഒരു പ്രദേശത്തിന് പിന്നെ ഈ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഉത്തരവ് ആക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം അതുതന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ആദിവാസി സമൂഹം ഒരുപാട് ചൂഷണം ചെയ്യുന്ന കാലമാണ്. പക്ഷേ നമുക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പൂർണ്ണമായിട്ട് ഈ 11 സെറ്റിൽമെൻറ്റിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രൈബൽ വാർഡ് എന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയുന്നത്. അതുപോലെ പിന്നെ എന്നെക്കുറിച്ചും കൂടുതലും സംസാരിക്കാൻ ഉള്ള ഒരാൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ അഭിപ്രായം ആരായണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഈ വിഭജനം എങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്? ഇനി എന്തൊക്കെ ചെയ്യണം ആ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന്? ശരിക്കും ഈ തൊടുമല വാർഡ് പഴയതെന്ന് പറയുമ്പോൾ 11 സെറ്റിൽമെൻറ്റുകൾ കൂടെ ചേർന്ന് 8 ഊരുമൂപ്പന്മാരടങ്ങിയതാണ് ഈ തൊടുമല വാർഡ്. ഈ തൊടുമല വാർഡിൽ 3 സജീവ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊണ്ട് ഒരേ മനസ്സോടുകൂടെ പ്രവർത്തിച്ചു പോകുന്നതാണ്. അതായത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് രാഷ്ട്രീയം കാണുകയും ഇല്ലാത്ത വശം ഒരുമിച്ച് ഒരു ആദിവാസി കുടുംബങ്ങൾ എന്ന രീതിയിൽ പോകുന്ന ഒരു സമുദായമാണ് തികച്ചും തൊടുമല വാർഡിൽ കഴിഞ്ഞുകൂടുന്ന നമ്മളെപ്പോലെയുള്ള തീർത്തും ആദിവാസികൾ. അപ്പോൾ വാർഡ് വിഭജനം എന്ന് പറയുമ്പോൾ 3 രാഷ്ട്രീയ പാർട്ടിക്കാരെയും അറിയിച്ചുകൊണ്ടും ഈ 8 സെറ്റിൽമെൻറ്റ് 8 ഊരുമൂപ്പന്മാരടങ്ങുന്ന മേഖലകളിൽ കമ്മിറ്റി വിളിച്ച് ഒരു പൊതുയോഗം വരെ അതിൽ ഊരിത്തിരിഞ്ഞ് മാത്രമേ ഈ വാർഡ് വിഭജനം നടത്താവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് ശരിക്കും ഈ വാർഡ് വിഭജനം നടക്കുമ്പോൾ സാധ്യമായ കാര്യത്തിൽ കാണുന്ന എലികകൾ വച്ചുകൊണ്ട് മാത്രം, അതായത് മേഖലകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അതിർത്തി നിർണയിച്ചുകൊണ്ട് മാത്രമേ ഈ വാർഡ് വിഭജനം നടക്കുമ്പോൾ ചെയ്യാവൂ എന്നുള്ള. ഇവിടെ ഇപ്പം ഉണ്ടായ പ്രശ്നം എങ്ങനെയാണ്? ഇവിടെ തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും ഈ അതിർത്തി വന്നപ്പോൾ ശരിക്കും അവർ പറയുന്ന അതിർത്തി നമുക്ക് അറിഞ്ഞുകൂടാ. ഈ നടവഴി എന്ന് പറയുന്നത് ഇവിടെ എല്ലാ സെറ്റിൽമെൻറ്റ് കയറി നടന്നു പോകുന്ന വഴികളാണ്. അതിന് ശരിക്കും ഒരു അതിർത്തിയില്ല. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന നടവഴി, മുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന നടവഴി മാത്രമാണ് ഇതിൽ പറയുന്നത്. എവിടെയാണോ തിരിയുന്നത് അവിടെ നിന്ന് വേറൊരു മേഖല കാണിക്കാനായിട്ട് ശരിക്കും ഇതിനകത്തൊരു അതിർത്തിയില്ല. നല്ല രീതിയിൽ അതിർത്തി നിർണ്ണയിച്ചുകൊണ്ട് ഈ വാർഡിലുള്ളത് ഒരു 500 പേരെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരിൽ ഊരിത്തിരിഞ്ഞ് വരുന്ന ഒരു വാർഡ് വിഭജനം ആയിരിക്കും നല്ലത്. അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പേര്, ഈ ആനക്കുഴി എന്ന് പറയുന്ന പേര് ഈ കഴിഞ്ഞ കാലത്ത് മാത്രമാണ് ഈ ആനക്കുഴി ഇവിടെ രൂപപ്പെട്ടത്. അതായത് ടൂറിസം മേഖലയായിട്ട് വന്ന് കുറച്ച് വെള്ളം ഉള്ളൊരു കുറച്ച് ഈ ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ തികച്ചും കോളേജ് തരത്തിലുള്ള പിള്ളേർ വന്ന് കുളിച്ച് പോകുന്ന ഒരു ചെറിയൊരു കുളത്തിന് ഒരു ആനക്കുഴി എന്നുള്ള പേര് വെച്ചിട്ടാണ് ഈ തൊടുമല വാർഡിനെ ശരിക്കും ഈ വിഭജനത്തോടു കൂടെ അപമാനിക്കാൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പേര് തന്നെ വെച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം സ്ഥായിയായ നല്ലൊരു പേര് വെച്ച് ഈ വാർഡ് വിഭജനം വേണം, കോടതി ഉത്തരവാണ്, അത് നടപ്പിലാക്കേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അത് എല്ലാ ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും വിളിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്ത് നല്ലൊരു തീരുമാനത്തോടു കൂടെ നിർണ്ണയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ട്രൈബൽ ഭൂരിപക്ഷമുള്ള 15 സെറ്റിൽമെൻ്റ് അടങ്ങിയ ഒരു വാർഡാണ് തൊടുമല വാർഡ്. അപ്പോൾ ഇതിന് വാർഡിൻ്റെ വിസ്തൃതി അനുസരിച്ച് 2ആയിട്ട് ഭാഗിക്കണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ തുടക്കത്തിൽ. പക്ഷേ ഇത് ഞങ്ങളെ വംശീയമായിട്ട് ഒറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ ജാതീയമായ ഒരു മതപരമായ അതൊക്കെ ഉണ്ട്, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന രീതിയിലാണ് അമ്പൂരി എന്ന വാർഡുമായിട്ട് ഞങ്ങളെ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തനത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അപ്പോൾ ഇതിനെ അമ്പൂരിലോട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ വാർഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ 200 കുടുംബങ്ങളെ അമ്പൂരി വാർഡിലേക്ക് ചേർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കെതിരായ ചില പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊന്ന് സമരങ്ങൾ ചെയ്യാറുണ്ട്. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ഈ ആദിവാസി ഒന്നിച്ച് പഞ്ചായത്ത് ഓഫീസ് സമരം ചെയ്തു. അതിൻ്റെ വിജയം ഉണ്ടായി. അപ്പോൾ ഇനി ഞങ്ങൾ ഒന്നിച്ചൊരു വാർഡിൽ കിടന്നാൽ അവർക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യൂ എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ 2ആയി വിഭജിക്കാൻ ശ്രമിക്കുന്നത്. എന്നാണ് ഞങ്ങളെ കാഴ്ചപ്പാട്. വംശീയമായി ഞങ്ങൾ വേർതിരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞങ്ങളെ കാഴ്ചപ്പാട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഞങ്ങളെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ നിലവിൽ 800ഓളം കുടുംബങ്ങൾ, വേർതിരിച്ച കുടുംബങ്ങളുണ്ട്, ആദിവാസി കുടുംബങ്ങൾ. ഔട്ട് സൈഡിൽ ഒരു 150ഓളം കുടുംബങ്ങളുണ്ട്. അവരെ ഒഴിവാക്കിക്കൊണ്ട് സെറ്റിൽമെൻറ്റിനകത്ത്, ബൗണ്ടറിക്കകത്ത് ഉള്ള ഈ വാർഡിന് തന്നെ തുല്യമായ ജനസംഖ്യ അനുപാതത്തിൽ 2ആയിട്ട് വിഭജിച്ചുകൊണ്ട് 2 ST വാർഡുകൾ കിട്ടും. 2 ST വാർഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ 2 ആദിവാസി ജനപ്രതിനിധികളെ എത്തിക്കാൻ സാധിക്കും. ഇതെങ്ങനെ വന്നാൽ 2 വാർഡായാൽ. പക്ഷേ ഇത് അമ്പൂരിയോട് ലിങ്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ആദിവാസി പ്രതിനിധിയെ കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾ അവിടെ പിന്തള്ളപ്പെട്ട് പോകും. അത് ഞങ്ങളെ വലിയൊരു ന്യൂനപക്ഷമായി മാറും. എല്ലാ കാര്യത്തിലും അവർ മുൻപന്തിയിലുള്ളവരാണ്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു പ്രാതിനിധ്യം കുറയും. ഇപ്പം 2 ജനപ്രതിനിധികൾ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നാൽ ഒരു പട്ടികവർഗ വാർഡിൽ വരുമ്പോൾ 3 മെമ്പർമാർ പഞ്ചായത്തിൽ ജനപ്രതിനിധികളുണ്ടാവും. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആശയങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കാൻ കഴിയും, അവകാശങ്ങൾ എടുക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങളെ ഭിന്നിച്ച് കാണാനൊക്കെ ശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ആവല, ഞങ്ങളെ ഒരു ഉത്കണ്ഠയും അത് തന്നെയാണ്.
ഈ ഒരു വാർഡ് വിഭജനത്തിൽ ഒരു നിഗൂഢതയുണ്ട്. കാരണം അത് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ചില പ്രദേശങ്ങൾ മാത്രം പിന്നെ തൊടുമല വാർഡിൽ ഉൾപ്പെടുത്തി നമ്മൾ ചാക്കപ്പാറ പ്രദേശം പൂർണ്ണമായിട്ടും പിന്നെ ആനക്കുഴി എന്നുള്ള ഒരു പുതിയ വാർഡിൽ ഉൾപ്പെടുത്തി ആദിവാസികളെ ഭിന്നിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ രാഷ്ട്രീയ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വാർഡ് വിഭജനം നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ നാട്ടുകാർ ശക്തമായിട്ട് പിന്നെ അത് പ്രതിരോധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആദിവാസി സമൂഹത്തിനെ ഭിന്നിപ്പിക്കാൻ ഇനി ആർക്കും കഴിയില്ല. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ വിഷയം ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കും. നിയമപരമായിട്ടാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ആദിവാസി മക്കളാണ്, ഞങ്ങളെ വിട്ടുകളിയില്ല. തൊടുമാല ഞങ്ങൾക്ക് വലുതാണ്, ദൈവം തന്ന നാടാണ്. തൊടുമല മക്കള് പണ്ടേ ഉള്ളവരാണ്. തൊടുവെട്ടി പറയുന്നു പറഞ്ഞാൽ അവിടെ തൊടിയുണ്ട്. ആദിവാസികള് വെട്ടിയ തൊടിയാണ്. വല്ലമല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ഷേത്രമാണ്. കന്നിത്തൂണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ഷേത്രമാണ്. തൊടുമല വാക്കാണി ഞങ്ങൾ വിട്ടു കളിച്ചിട്ടില്ല, ഞങ്ങൾ വിട്ടു കളിക്കുകയുമില്ല. ഞങ്ങൾക്ക് വേണ്ടേ ആനക്കുഴി, വേണ്ടേ ആനക്കുഴി, വേണ്ടേ ആനക്കുഴി, വേണ്ടേ ആനക്കുഴി വേണ്ട. തൊടുമല മതി ഞങ്ങൾ തൊടുമല മതി. അശാസ്ത്രീയമായ ഒരു വാർഡ് വിഭജനമാണ് നടക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. എന്തായിരിക്കാം ഇതിന് പിന്നിൽ? എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കിയത്? എനിക്ക് മനസ്സിലായത് ഇപ്പോൾ നമ്മുടെ കസ്തൂരരംഗം റിപ്പോർട്ട് നിലവിൽ വന്നില്ലേ, കസ്തൂരരംഗം റിപ്പോർട്ട് തന്നെയാണ്. അതായത് ജനറൽ കാറ്റഗറി താമസിക്കുന്ന ആൾക്കാരൊപ്പം ആദിവാസി വിഭാഗത്തിൽ കുറച്ച് കുടുംബം കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, പുറവിൽ കുടിയൊഴിപ്പിക്കലൊക്കെ വരികയാണെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ആദിവാസി ഊരുകളും ഞങ്ങളുടെ വാർഡിലുണ്ട് എന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. എനിക്ക് ആ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മുടെ തൊടുമല വാർഡിലെ എല്ലാ ചർച്ചാ വിഷയവും അത് തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു ഇത് ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നിലവിൽ സെറ്റിൽമെൻറ്റുകളെ എന്തിനാണ് ഇങ്ങനെ വെട്ടിമുറിച്ച് വേറൊരു വാർഡിൽ ഉൾപ്പെടുത്തി പുതിയൊരു വാർഡ് രൂപീകരിക്കുന്നത്? അതിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആദിവാസികളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ആദിവാസികളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അമ്പും വില്ലും ഉണ്ട് ആദിവാസികൾക്ക്, അമ്പും വില്ലും ഉണ്ട് ആദിവാസികൾക്ക്. ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ മണ്ണുണ്ട്. ഞങ്ങൾക്ക് വേണ്ട ആനക്കുഴി, വേണ്ട ഞങ്ങൾക്ക് ആനക്കുഴി, വേണ്ട ആനക്കുഴി, വേണ്ട ഞങ്ങൾക്ക് ആനക്കുഴി, വേണ്ട. കേട്ടില്ലാത്ത വാക്കാണ് ഞങ്ങൾ ഇപ്പം കേൾക്കുന്നത്. കേൾക്കാത്ത വാക്കുകളാണ് ഇപ്പം കേൾക്കുന്നത്. പണ്ടേ ഇല്ല ഈ വാക്ക്, പണ്ടേ ചൊല്ലിയിട്ടില്ല ഈ വാക്ക്. കാടിൻ്റെ മക്കളുടെ ശബ്ദമാണ് ഇവിടെ കേട്ടത്. പരിഹാരം കണ്ടെത്തി നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും. ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.